എൻ്റെ പേര് സെബിൻ. ഞാൻ ഇടുക്കി ജില്ലയിലെ തോപ്രാടിക്ക് അടുത്തുള്ള കിളിയാറണ്ടടവിൽ നിന്നാണ് വരുന്നത്. ഞാൻ 17/6/2023 ജൂണിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ വിദേശത്ത് പഠിക്കാൻ പോകാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് ജർമ്മനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഏജൻസിയിൽ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് ആ വഴി നടന്നു. ഞാനാണെങ്കിൽ 3 പ്രാവശ്യം ഉടമ്പടി നന്നായിട്ടങ്ങ് ഉഴപ്പി കഴിഞ്ഞപ്പോഴും എൻ്റെ പേപ്പർ വർക്കിന് ഒരു അനക്കവും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി ഉഴപ്പുന്നതുകൊണ്ടാണ് എൻ്റെ പേപ്പർ വർക്കൊന്നും നടക്കാത്തതെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ 4ാമത്തെ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഏജൻസിയിൽ നിന്ന് വിളിച്ചു, നിനക്ക് ഓഫർ ലെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ APS കാര്യം, APS എന്ന് പറയുമ്പോൾ ജർമ്മനിക്ക് പോകുന്നവർക്ക് APS എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ APS കൊടുത്തു കഴിഞ്ഞ് ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കൺസേൺ ഫോം ഉണ്ട്, അത് നീ ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡൽഹിക്ക് അയച്ചു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ചു, കൺസേൺ ഫോം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ കേസ് മറന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മെയിൽ അയച്ചേക്കാമെന്ന് പറഞ്ഞ് ഞാനത് അവർക്ക് പിന്നെ മെയിൽ അയച്ചു കൊടുക്കുകയായിരുന്നു. അവർ ഇതുവരെയായിട്ടും ആരെയും അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഏജൻസിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഈ നവംബർ 21 ഞാൻ വിസ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്തപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷൻ. ഒന്നാമത്തെ എനിക്ക് IELTS മാർക്ക് കുറവാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പോകണോ? അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എൻ്റെ തിരിയിൽ മാതാവിന് തിരുഹൃദയത്തിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് വിസ തരുമെന്ന്. അങ്ങനെ ഞാൻ നവംബർ 21 ബാംഗ്ലൂരിൽ വിസ ഡേറ്റിന് അപ്പോയിൻമെൻറ്റിന് പോയി. അവിടെ ചെന്ന് ഞാൻ ആരും കാണാൻ സ്ഥലത്ത് ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും എൻ്റെ ഡോക്യുമെൻറ്റ്സിനെല്ലാം ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. ഈ നവംബർ 29 എൻ്റെ വിസ വന്നു. ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ഇത്ര എനിക്ക് തന്ന മാതാവിന് കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഓർഫനേജിലെ അപ്പച്ചന്മാരോടും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ നഖം വെട്ടി കൊടുക്കുകയും പള്ളികളിലും ബസ് സ്റ്റാൻഡുകളിലും കൃപാസന പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനത്തെപ്പറ്റി ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യായിരുന്നു. സങ്കീർത്തനങ്ങൾ 18:6 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. സെബിൻ ഷാജി എന്ന ഈ മകൻ വളരെ എളിമയോടും വിനയത്തോടും പറയുന്നു, ആദ്യത്തെ 3 ഉടമ്പടി ഞാൻ ഉഴപ്പി, നന്നായി ഒന്നും ചെയ്യുവാൻ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രോസസ്സും വിദേശത്ത് പോകുവാനുള്ള എൻ്റെ പരിശ്രമവും അതുപോലെ തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ 4ാമത് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും നന്മ പ്രവൃത്തി ചെയ്യുവാനും എന്നെ തന്നെ തയ്യാറാക്കുകയും അതിലേക്ക് ആത്മാർത്ഥതയോടുകൂടി ഞാൻ ഇടപെട്ട് തുടങ്ങുകയും ചെയ്തപ്പോൾ അമ്മ മാതാവിൻ്റെ കരം പിടിച്ചു. അന്ന് വരെ അനക്കമില്ലാതിരുന്ന എല്ലാ പ്രോസസ്സ് നടപടികളും വേഗത്തിലായി. വളരെ ചുരുക്കമുള്ള ദിവസങ്ങൾക്കുള്ളിൽ നടപടിക്രമം പൂർത്തീകരിച്ച് വിദേശത്ത് പോകുവാനുള്ള വിസ ലഭിച്ച സാധ്യതകൾ അമ്മ മാതാവ് തുറന്നു തന്നു. മകൻ്റെ വാക്കുകളിൽ മകൻ ആവർത്തിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് കൃപാസനം അമ്മയെക്കുറിച്ച് പറയുവാൻ എനിക്കെപ്പോഴും സന്തോഷമായിരുന്നു. ചെയ്യേണ്ടിയിരുന്ന പ്രാർത്ഥനകൾ, കാരുണ്യ പ്രവൃത്തികൾ അതൊക്കെ ചെയ്യുവാൻ എനിക്ക് താല്പര്യമായിരുന്നു. ഞാൻ വിശ്വാസത്തോടുകൂടിയും അമ്മയുടെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുക്കുക എന്നതിൻ്റെ അർത്ഥം എന്തെങ്കിലും കുറിപ്പെഴുതി ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിക്കുക എന്നല്ല. മറിച്ച് ഉടമ്പടി നാം തമ്പുരാനുമായി അമ്മ മാതാവിലൂടെ ഒരു ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നുണ്ട്. ഉടമ്പടി ധ്യാനത്തിൽ അച്ഛനത് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. അമ്മ മാതാവും തിരുക്കുമാരനുമായി നാം ഏർപ്പെടുന്ന ആ ഗാഠമായ ബന്ധം, അഗാധമായ സ്നേഹത്തിൻ്റെ വിശ്വസ്തതയുടെ ബന്ധം, ആ ബന്ധം ഇഴപൊട്ടാതെ അണമുറിയാതെ കൊണ്ടുപോകുവാൻ നമുക്ക് നിരന്തരം സാധിക്കണം. കേവലം എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്തു കൊടുക്കുകയോ അല്ല വേണ്ടത്. ദൈവസ്നേഹത്തെ പ്രതി പ്രാർത്ഥിക്കുവാനും ദൈവസ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമ്മൾ സ്വയം പ്രേരിതരാകുമ്പോഴാണ് ഉടമ്പടി നമ്മളിൽ ആക്ടിവേറ്റ് ആവുന്നത്. മകൻ്റെ വാക്കുകളിൽ 4ാമത്തെ പുതുക്കലിന് ശേഷം വന്ന മാറ്റത്തെക്കുറിച്ച് അവൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത് അതാണ്. നമ്മുടെ ഉടമ്പടി ജീവിതം കുറേ കൂടിയൊന്ന് വിലയിരുത്തിക്കൊണ്ട്
ദൈവസ്നേഹത്താൽ പ്രേരിതരായി ഓരോ കാര്യവും നിർവഹിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകന് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.